മലയാള സിനിമയിൽ കഴിവുള്ള ഒരു നടി തന്നെയാണ് മാലാ പാർവതി. എന്നാൽ പലപ്പോഴും അനാവശ്യ വിവാദങ്ങളിൽ പെടുന്നത് നടിയുടെ പതിവാണ്. ഇപ്പോൾ അവസാനമായി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ഗുരുതര ആരോപണങ്ങളിലാണ് മാലാ പാർവതി വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത്. വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ പ്രതികരിക്കവേ നടൻ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് മാലാ പാർവതി നടത്തിയ പരാമർശം വൻ വിവാദമായിരുന്നു. സിനിമാ രംഗത്തെ മോശം അനുഭവങ്ങൾ മിടുക്കോടെ മാനേജ് ചെയ്യാൻ നടിമാർക്ക് സ്കിൽ വേണമെന്നും ഷൈൻ നടിയോട് പറഞ്ഞ കാര്യങ്ങൾ തമാശയായി പറഞ്ഞതാവാമെന്ന നിലയ്ക്കുമായിരുന്നു നടിയുടെ വാക്കുകൾ. പ്രതികരണത്തിൽ മാലാ പാർവതിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ ഇതാ മാലാ പാർവതിക്കെതിരെ ശക്തമായ വാക്കുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അവസരം നഷ്ടപ്പെടുന്ന ഭയം ഉള്ളിലുണ്ട്. അതിനാൽ ഒന്ന് മെഴുകി സംസാരിക്കുക എന്നതാണ് മാലാ പാർവതിയുടെ അഭിപ്രായം. അവർക്ക് അഭിപ്രായം പറയാം, അത് പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രമായിരിക്കണം. ഒരാൾ എന്നോട് മോശമായി സംസാരിച്ചാൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നത് എന്റെ ബേസിക് സ്വഭാവവും എന്റെ അവകാശവുമാണ്. റിയാക്ട് ചെയ്യാൻ പാടില്ലെന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും? ഓരോ തൊഴിലിടത്തിലും പുരുഷന്മാർക്കുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട്. മാലാ പാർവതി തന്നെ പറഞ്ഞു തന്റെ ആദ്യ സിനിമയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. 4-5 ദിവസം ട്രോമയിൽ പോയത്. എന്തിനാണ് അവർ ട്രോമയിൽ പോയത്? പോടാ എന്ന് പറഞ്ഞു പോയാൽ പോരെ. തനിക്ക് വരുമ്പോൾ വേദനയും മറ്റൊരാൾക്ക് വരുമ്പോൾ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്നത് ശരിയല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആളാണ് മാലാ പാർവതി. സ്ത്രീ ചൂഷണം ചെയ്യപ്പെടേണ്ടവളാണെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി അവരുടെ പ്രതികരണം. മുൻപൊരു സിനിമാ ലൊക്കേഷനിൽ ചില പെൺകുട്ടികൾക്ക് നിർമ്മാതാക്കളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാണ് മാലാ പാർവതി. എങ്ങനെയാണ് അവർ ഇങ്ങനെ മാറിപ്പോയത്? പാർവതിയുടെ മാറ്റത്തിൽ ദേഷ്യത്തിനേക്കാൾ സങ്കടമാണ് തോന്നിയത് എന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. സിനിമയിൽ നായിക കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നുവെന്ന ചർച്ചകളോടും അവർ പ്രതികരിച്ചു. നടന്മാർക്കാണ് ഫാൻസ്, നടിമാർക്ക് ഫാൻസ് ഇല്ലല്ലോ. നടിമാരെ ഇഷ്ടമാണെന്ന് പറയുമെന്നല്ലാതെ ഏതെങ്കിലും നടിയുടെ കട്ടൗട്ടിന് പാലഭിഷേകം ചെയ്തതായി അറിഞ്ഞു. തമിഴിലും തെലുങ്കിലും പോലും ഇല്ല. മഞ്ജു വാര്യരുടെ സിനിമ റിലീസ് ആകുമ്പോൾ പോലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ? അവരാണ് സിനിമയിൽ അനിവാര്യമായവർ എന്ന് കാലക്രമേണ സംഭവിച്ചു. അവരാണ് സിനിമയെ വിജയിപ്പിക്കുന്നവർ, അല്ലാതെ സംവിധായകനോ ക്യാമറാമാനോ എഡിറ്ററോ അല്ല. ആരാണ് സിനിമയെ വിജയിപ്പിക്കേണ്ടത്? അവരാണ് സിനിമയിൽ ഭരിക്കേണ്ടവർ എന്ന ചിന്തയിലേക്ക് പോയതാണ് എല്ലാത്തിനും കാരണം. ആരാണ് നടൻ എന്ന് ചോദിച്ചാണ് ഓരോ സിനിമയ്ക്കും തിയേറ്ററുകാർ അഡ്വാൻസ് കൊടുക്കുന്നത്. വിവാദത്തിൽപ്പെട്ട് കിടക്കുന്ന ഷൈൻ ടോമിന് വരെ ഓരോ ഡിമാൻഡ് ഉണ്ട്. നടിമാരുടെ സിനിമയ്ക്ക് അങ്ങനെയൊന്നും സ്വീകാര്യത ഇല്ല. അതുകൊണ്ട് നടിയെ പ്രധാന കഥാപാത്രമാക്കി സിനിമ എടുക്കുന്നത് അപൂർവമാണ്. പണ്ട് നായകനും നായികയും ഒക്കെ തുല്യ റോളായി അഭിനയിച്ചിരുന്നു. സിനിമകൾ അറിയപ്പെട്ടിരുന്നത് സംവിധായകരുടെ പേരിലാണ്. ഇന്നിപ്പോൾ സിബി മലയിലിന്റെ, ജോഷിയുടെ, ഹരിഹർ സാറിന്റെ ഒക്കെ പടങ്ങൾ ഇന്നും അവരുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ പടങ്ങളേ ഉള്ളൂ അങ്ങനെ. ഇപ്പോൾ മിക്ക നടന്മാർക്കും സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ നടന്മാരുടെ സുഹൃത്തുക്കളായിരിക്കും സിനിമയിലെ താരങ്ങൾ. അപ്പോൾ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. പണ്ടത്തെ പ്രൊഡ്യൂസർമാരാണെങ്കിൽ ബിസിനസ് മാത്രമായാണ് കാണുന്നത്. ഇന്ന് ശരിക്കും സിനിമയിൽ ഒരു അച്ചടക്കമില്ലായ്മയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത്.